ബി.ജെ.പിയിൽ ചേർന്നെന്ന പ്രചാരണം അടിസ്ഥാനരഹിതം, മറുപടിയുമായി ഐഷ പോറ്റി. ബി.ജെ.പി നേതാക്കളുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയെന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി മുൻ എം.എൽ.എ. ഐഷ പോറ്റി രംഗത്തെത്തി. താൻ ബി.ജെ.പി ഓഫീസിൽ പോയിട്ടില്ലെന്നും തനിക്ക് ഷാൾ അണിയിച്ചു എന്ന പ്രചാരണം ശുദ്ധ അസംബന്ധമാണെന്നും അവർ വ്യക്തമാക്കി. ചില ബി.ജെ.പി നേതാക്കൾ ബന്ധുവീട്ടിലെത്തി തന്നെ കണ്ടിരുന്നു എന്നതൊഴിച്ചാൽ താൻ അങ്ങോട്ട് ആരുമായും യാതൊരുവിധ രാഷ്ട്രീയ ചർച്ചകളും നടത്തിയിട്ടില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തനിക്ക് ക്ഷണമുണ്ടായിരുന്നുവെന്ന കാര്യം നേരത്തെ തന്നെ പരസ്യപ്പെടുത്തിയതാണ്. പല നേതാക്കളും തന്നെ നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പി നേതാക്കൾ തനിക്ക് ഷോൾ അണിയിച്ചു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ തികച്ചും വ്യാജമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഐഷ പോറ്റി ബി.ജെ.പിയിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നുവെന്നും തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പക്കലുണ്ടെന്നും ബി.ജെ.പി കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ ആരോപിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തുവിടുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഐഷ പോറ്റിയുടെ വിശദീകരണം. കഴിഞ്ഞ 5 വർഷമായി CPIM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന ഐഷ പോറ്റി 1 മാസം മുൻപാണ് കോൺഗ്രസിൽ ചേർന്നത്. 3 തവണ കൊട്ടാരക്കര മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച അവർ CPIM-ന്റെ കരുത്തുറ്റ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു. ഈശ്വരവിശ്വാസിയായ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിരീശ്വരവാദിയാക്കിയതെന്ന ബി.ജെ.പിയുടെ പരിഹാസത്തോടും ശക്തമായ ഭാഷയിലാണ് ഐഷ പോറ്റി പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.